Good morning, guys. So, ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഈസ് ഡേ ഇൻ മൈ ലൈഫ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സ്പെൻഡ് എ ഡേ വിത്ത് മീ. ഓക്കെ, സോ ഇന്നത്തെ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 5:30 ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. സോ നമുക്ക് പതുക്കെ സമാധാനത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആൻഡ് ഗ്രീൻ ബീൻസ് കറി, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്, പിന്നെ നമ്മൾ വെണ്ടയ്ക്ക കൊണ്ട് മറ്റേ പാൽ കഴിഞ്ഞ വെണ്ടയ്ക്ക കറിയാണ്, വെണ്ടയ്ക്ക മപ്പാസ് ഐ തിങ്ക്. യെസ്, സോ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ളതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ വെണ്ടയ്ക്ക കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ്. ഉറങ്ങിയില്ലേ ഇന്നലെ രാത്രി? നമ്മുടെ ഈ വീടിന് എത്ര പഴക്കം കാണും മമ്മി? 30. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് എന്തെങ്കിലും കുക്കിംഗ് അറിയായിരുന്നു. ഡോക്ടർ പണി പഠിക്കാൻ ഈ പണിക്ക് അതിനേക്കാൾ എളുപ്പല്ലേ? ഞാനും ഓർക്കായിരുന്നു പഴയ കാലത്ത് എന്തോരം പണി ചെയ്തിരുന്നു. 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞ അന്ന് ഈ പറഞ്ഞ മാതിരി എന്റെ പണി മെയിനായിട്ട് തേങ്ങയാണ്. എനിക്കിപ്പോ കുക്കിങ്ങൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കണ്ടപോലെ ആൾക്കാരോടുകൊണ്ട് ഈ പണിക്കാർക്ക് സ്ഥിരം വീട്ടിലുണ്ടായിരുന്നു. അമ്മാമ്മ എല്ലാ ദിവസവും രാവിലെ നൈറ്റ് മുഴുവൻ അമ്മാമ്മയ്ക്കാണ്. രാവിലെ കഞ്ഞിയാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയാണ്. കഞ്ഞി കറി അമ്മാമ്മക്ക് ചക്കപ്പൂക്കടി കപ്പ, ഉള്ളിയടി കപ്പടി കപ്പ. രാവിലെ അമ്മാമ്മ ഇറങ്ങിട്ട് വന്നിരിക്കും, അമ്മാമ്മ ഫുള്ളടിച്ച്. 17 വയസ്സിലോട്ട് മമ്മി കുക്കിംഗ് തുടങ്ങിയതല്ലേ, ഇതുവരെ റെസ്റ്റില്. മൈ ഡിയർ ഹസ്ബൻഡ്, രാവിലെ ആയോ? നാളെ കാണാൻ പറ്റുള്ളൂ അല്ലേ? നീ നൈറ്റ് പോയിട്ട് നാളെ എന്നെ ജോലി കഴിഞ്ഞ് കൊണ്ടുവരാൻ വരുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു വർഷം ഒരു ദിവസമല്ലോ. മമ്മിക്ക് നാണം. മമ്മി ഭയങ്കര സീരിയസ് ഒക്കെ ഉണ്ട് വീട്ടിൽ പറഞ്ഞ്. മമ്മിക്ക് ഇനി 2 മരുമക്കള് യൂട്യൂബില്. മമ്മിയുടെ എല്ലാ നാട്ടുകാരാണ് മമ്മിയുടെ പേര്. ഗുഡ് മോർണിംഗ് ബാബേ. ഫോൺ കുത്തിയിരിക്കാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ? ഞങ്ങൾ ഇത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫോണും കുത്തിയിരുന്ന് കഴിക്കുന്നോ? ഫോൺ നോക്കിയിരിക്കാണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കണം. ഇത് എപ്പ വരും? ഇത് എപ്പ വരും? രാത്രി ഈ ഡാഡനെ കാണാൻ കിട്ടില്ല അല്ലേ? എന്റെ അടുത്ത് ഇവിടെ സ്റ്റൂളിട്ടിരിക്കും അവള്. ഇവിടെ ഇരുന്ന് കുടിക്കുക എപ്പോഴും. ഡാഡാന്റെ അടുത്ത് ഇവിടെ ഇരുന്ന് കുടിക്കൂലേ ബേബി? ഡാഡ എവിടെയാണ് അതിന്റെ അടുത്തൊന്ന് കസരിട്ട് അവളെ ഇവിടെ ഇരുന്ന് കുടിക്കുള്ളൂ. കൊറേ നാളുകളായിട്ട് അങ്ങനെയാണ് അല്ലേ? സോ ഈ സമയത്ത് എന്നും നമ്മൾ ഭയങ്കര തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില്ലായിട്ട് ഫുഡ്, നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ചില്ലായിട്ട് ഫുഡൊക്കെ കഴിച്ച്. സ്കൂളിൽ പോകണ്ട? കിലു മമ്മി അവളുടെ സ്കൂളിലെ കിലു അവളെ ടി ടി എന്നാ വിളിക്കണം. ഡി ഡി ചേച്ചി എന്ന് തോന്നല, ടി ടിന്ന്. അപ്പൊ അമ്മ പഠിപ്പിച്ച ടി ടി എന്ന് വിളിച്ചാൽ ടൂട്ടു എന്ന് വിളിക്കണം. മടിയുണ്ടോ ബേബി സ്കൂളിൽ പോവാൻ? സ്കൂളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ ഡേ കെയറാണ്. നമ്മൾ കുറച്ചു നേരം അവളെ അവിടുത്തെ അംഗൻവാടിയല്ല ഡേ കെയറിൽ കൊണ്ടാക്കും.
അവിടെ ഫുഡൊക്കെ അവർ കൊടുത്തോളും ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട്. മമ്മിക്ക് മടിയാണ്, എന്നും ഡാഡിയും മമ്മിയും ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് സ്കൂളിൽ പോകാൻ മടിയാണ്. അല്ലേ ബേബി? ഇന്നെന്താ ലഞ്ചിന് സ്പെഷ്യൽ? ഇന്ന് ലഞ്ചിന് യു ഹാവ് ചിക്കൻ ഫ്രൈ ആൻഡ് വെണ്ടയ്ക്ക പാല് കറിയല്ല, സാധാരണ എല്ലാരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് വേണമെങ്കിൽ എന്റെ സ്പെഷ്യൽ കറി എന്നൊക്കെ പറയാം. സാധാരണ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇന്നെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കഴിച്ച് റിവ്യൂസ് പറയുക. രാവിലത്തെ അതേ കറി നിങ്ങൾക്ക് തന്നെ പറ്റിക്കുകയാണ്. കുറച്ച് മതി കേട്ടോ. ഞങ്ങൾ ഈ കറി ഉണ്ടാക്കുന്ന എമൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉരുളിയിലാണ് ഈ ഗ്രീൻ ബീൻസ് പോലെ ഉണ്ടാക്കുന്നത്. ഇത് രാത്രി ആകുമ്പോഴത്തേനും പിന്നെയും ബാക്കി ഉണ്ടാകത്തില്ല. ആരേറ്റവും കൂടുതൽ തിന്നാണ്? സ്മെല്ലേ ഓടുന്നു. നിങ്ങൾ ചക്കന്മാരാണ് ഇതൊക്കെ തിന്നുന്നത്. ഞാൻ ഡയറ്റിംഗ് ഇല്ല. പിന്നെ ഡയറ്റിങ്. ആ വയറ് കാണിച്ചു കൊടുക്കുക. ഡയറ്റിങ്ങിന്റെ വയറ് കാണിച്ചു കൊടുക്കുക. വേണ്ട വേണ്ട. മിഠായി നോക്കിയിരിക്കണം. നേരെ നോക്കി ഓടിക്കും. ഇങ്ങോട്ട് വാ, ഡാഡിക്ക് പോണം. ഇങ്ങോട്ട് ഇറങ്ങി വാ. അമ്മ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, ബേബി സ്കൂളിൽ പോകുന്നുണ്ട്. ശരി, നാളെ രാവിലെ എന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് കൊണ്ടുവരുമ്പോ കാണാം. നാളെ സൺഡേ അല്ലേ? ഐ ലവ് യു. ബൈ ബൈ. വിളിക്കണല്ലേ? അങ്ങനെ പറഞ്ഞ കിലു ബേബിനെ ടി എന്നാ വിളിക്കണേ? ടൂട്ടൂന്ന് വിളിക്കൂല്ലേ? ബേബിക്ക് ഇന്ന് സ്കൂളിൽ പോണ്ടേ? പോവോ? അപ്പൊ അവനെ പേപ്പർ വായിക്കാൻ അനുവദിക്കണില്ല ആണോ? കൊല്ലോ? എന്തൊക്കെ സർക്കസാണ്. അമ്മയുടെ കൈമ നെയിൽ പോളിഷ് ഇടാണോ? സൂക്ഷിച്ചിട്ടൊക്കെ ഇടക്കത്ത്. ഓ മൈ ഗോഡ്, ഇതാണോ നിന്റെ നെയിൽ പോളിഷ്? നീ എന്ത് ചെയ്യും അമ്മ? നോക്ക്, എൻ്റെ ബേബി എൻ്റെ കൈ മോശമാക്കിയത് നെയിൽ പോളിഷ് ഇട്ടിട്ട്. ആ കാലം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് കേട്ടോ ബേബി. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സോ ബാഡ്. എന്ത് എസ് ചേച്ചിന്ന് വിളിക്കണ നിന്നെ? ആന്തി ആ ഇതാര് വരണേ? ബേബിയുടെ ഇതെന്താ? ബേബിക്ക് നടക്കാൻ കാലില്ലേ? അച്ചാച്ചന് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്ക്. എന്റെ കൈ വൃത്തികേടാക്കി ഓൾറെഡി. രാത്രി തന്നെ കുളി. എന്റെ കാല് പോളിഷ് നെയിൽ പോളിഷ് അല്ലേ? ഇന്ന് നിങ്ങളെ ഫ്രീ ഡേ ആണോ? ഇന്ന് ക്ലാസ് ഒന്നുമില്ല, ഫ്രീ ഡേ. വലിയ സുംബ ട്രെയിനറാണ്, ആവശ്യമുള്ള ജോലി ചെയ്യുന്നത്. അതെ, പരസ്യം പറഞ്ഞോ, ശരിക്കും പറഞ്ഞോ. മമ്മി 1 ലിറ്റർ പാലില്ലാണ്ട് കളഞ്ഞു പറഞ്ഞിട്ട് ചീത്ത പാലില്ലാത്തോണ്ട് ചായ നിർത്തി. അതിന്റെ ഒരു ക്ഷീണുണ്ട് മമ്മിക്ക്. ഇപ്പൊ വിഡ്രോവൽ അടിക്കും, കൈയും കാലും വിറയ്ക്കും, ട്രെമേഴ്സ് വരും. മമ്മിക്ക് എന്ത് സാധനം അയൺ ഇല്ലാത്ത കാരണം ചായ കൂടി നിർത്തി. ഇതെന്നിട്ട് കാണി അമ്മ എന്താ തരുന്നേ ബേബി? സപ്പോട്ടയാ?
അല്ല റംബൂട്ടാൻ പറഞ്ഞേ. സപ്പോട്ടല്ല റംബൂട്ടാൻ. പുറത്ത് നല്ല മഴ, പണിക്ക് പോകാൻ പറ്റാണ്ട് സ്റ്റക്കായിരിക്കുന്ന പപ്പ ദേ ഉണ്ണിച്ചേച്ചിന് വിളിച്ച് എല്ലാ ഗോസിപ്പും പറയുന്നു. ഇത് രാവിലത്തെ സ്ഥിര പ്രക്രിയയാണ്. രാവിലെ 5 മിനിറ്റ് വിളിച്ച് എല്ലാ ഗോസിപ്പും പരസ്പരം കൈമാറണം അല്ലേ? മമ്മി സീരിയസ് ആയി. അരമണിക്കൂർ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കും അല്ലേ? മമ്മി മിണ്ടാതിരിക്കുന്ന ഗോസിപ്പൊക്കെ നിന്നു വീഡിയോ വന്നപ്പോ. ബേബി ഇവിടെ കഞ്ഞി കുടിക്കണു അല്ലേ? ബേബിയുടെ കഞ്ഞി കുടിക്കണം. എന്റെ ബേബി നല്ല ഭയങ്കര ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു ബേബിയാണ്. കഞ്ഞിയൊക്കെ കുടിക്കും അല്ലേ? ചിഞ്ചിരിയാവ ഞാനൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി നിക്കാണ്. ഇതുവരെ ഇറങ്ങാറായിട്ടില്ല ബേബി. ഇതാരത്? ഹൾക്കാ? പോവാണോ ക്ലാസ്സിലേക്ക് കോട്ടിട്ടിട്ട്? സൂപ്പറായിട്ടല്ലോ. ബേബി അച്ചാച്ചനും ബേബിനെ സ്കൂളിലാക്കും അല്ലേ? അമ്മോട് എസ് പോണേന് മുമ്പ് അമ്മയായിട്ട് അടിയുണ്ടായി പിണക്കത്തില. കെട്ടിപ്പിടിച്ചെല്ലുമ്മ വെല്ലുമ്മ വെല്ലുമടി കളിക്കണ്ടേ കുറഞ്ഞ വെല്ലുമടി. ഇനി കാറിൽ വെച്ചിട്ട് തരാന്ന് ഉമ്മ. പോവാണാ? വരുമ്പോ മിഠായി മേടിച്ചോണ്ടിരാട്ടോ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ. അതിന് വേണോ അമ്മേനെ? അമ്മയോട് പിണക്കാണ്, മിണ്ടില്ല, പക്ഷെ മിഠായി മേടിച്ചോണ്ടിരണം. ബൈ ബേബി. ബൈ ബൈ. സോ ഫൈനലി നമ്മൾ കൊച്ചിനെ സ്കൂളിൽ വിട്ടു. അതായത് ഞാൻ നൈറ്റുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ വിടാറുണ്ട്. നൈറ്റ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ യൂഷ്വലി സ്കൂളിൽ വിടാറില്ല. കാരണം അല്ലെങ്കിൽ ഇന്ന് പോകുന്ന സമയത്ത് 4:30 ബസ്സിന് ഞാൻ പോകും. അപ്പോഴത്തേനും കൊച്ചുണ്ടെങ്കിൽ പിന്നെ കരഞ്ഞ് ആകെ വേളായിരിക്കും. അപ്പോൾ എന്തായാലും സ്കൂളിൽ വിടും. സോ എപ്പോഴും ശരിക്കും ഒരു ഫുൾ ബിസി ലൈഫ് എന്ന് ആക്ച്വലി ഒരു നൈറ്റുള്ള ദിവസമാണ് നമുക്ക് കുറച്ചുകൂടി എനിക്ക് ലൈക്ക് ഒരു മീ ടൈം എന്നൊക്കെ പറയുന്ന പോലെ കിട്ടുന്നത്. ലൈക്ക് കാര്യങ്ങളൊന്ന് സ്ലോ ആയിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ക്ലീനിങ്ങിനും എല്ലാത്തിനും ഒരു ദിവസം കിട്ടുന്നത് നൈറ്റുള്ള ദിവസമാണ്. ഇന്ന് രാവിലെ തന്നെ ഫുൾ കുക്കിങ്ങും കൊച്ചിനെ സ്കൂളിൽ വിട്ടു. ചേട്ടന് പോയി ഡ്യൂട്ടിക്ക്, കൊച്ചിനെ സ്കൂളിൽ വിട്ടു. സോ എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഞാനിന്ന് പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആസ് യൂഷ്വൽ ഗൈസ് ഞാനൊരു അരമണിക്കൂർ നേരം വെറുതെ ഫോണിൽ അങ്ങ് കുത്തിയിരുന്ന സമയം കളഞ്ഞു. സോ ഇനിയെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ക്ലീനിങ്, അലക്ക് പരിപാടി എല്ലാം ചെയ്യാൻ പറ്റുന്നത്. സോ ഫേസ് നന്നായി ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. സോ ഞാനൊരു റൈസ് പ്ലസ് ഹണി പ്ലസ് കേർഡ് മാസ്ക്, ഹോം മെയ്ഡ് മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം. പിമ്പിൾ, എൻ്റെ ഫേസ് ഒരു പിമ്പിൾ ഇല്ലാത്ത ഫേസാണെന്ന് ഞാൻ അഹങ്കരിച്ചപ്പോൾ ദാ എൻ്റെ എല്ലാ അഹങ്കാരം മാറ്റാൻ വേണ്ടി ഈ ഒരു പിമ്പിൾ മതി വന്നിട്ടുണ്ട്. സോ ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു 20 വയസ്സ് തൊട്ടേ മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ അപ്ലൈ ചെയ്ത് നടന്നിരുന്ന ഒരാളായിരുന്നു. ലൈക്ക് എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് തിരിച്ചറിയാണ്ട് ലൈക്ക് തോന്നിയ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ലാസ്റ്റ് ഡ്രൈ ആയി ഫുൾ റിയാക്ഷൻ, മുഖത്ത് ഫുൾ അലർജിക് റിയാക്ഷൻ. ലൈക്ക് എൻ്റെ ലൈക്ക് ഇവിടുത്തെ കാക്കുവിൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം ഫുൾ ഇങ്ങനെ എന്താ പറയുക, ഫുൾ എഡീമയായിട്ട് കണ്ണൊക്കെ ഇങ്ങനെയായിട്ട് എനിക്ക് അത്രയും സിവിയർ അലർജിക് റിയാക്ഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. സോ അതിനുശേഷമാണ് എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ കൂടുതൽ മേക്കപ്പ് പ്രോഡക്ട്സ് ഒഴിവാക്കി കൂടുതൽ സ്കിൻ കെയറിലോട്ട് നീങ്ങി. നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ലൈക്ക് നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല സ്കിൻ കെയർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈക്ക് ഫുൾ അലർജിക് ലൈക്ക് ഭയങ്കര ഡ്രൈനെസ് അതൊക്കെ ഒഴിവായി. ഇപ്പം ഐ ഹാവ് എ ബെറ്റർ സ്കിൻ. പിന്നെ ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത്
ഇന്നൊരു ദിവസം ചെയ്ത് നാളെ ഒരു ദിവസം റിസൾട്ട് കിട്ടുന്ന സാധനമല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് തോൽവി സമ്മതിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ആഫ്റ്റർ എ ലോങ് ടൈം യു വിൽ റിയലൈസ് കി ഓക്കെ എൻ്റെ സ്കിന്നിന് ശരിക്കും മാറ്റം സംഭവിക്കുന്നുണ്ട്. സോ ദ കീ ഈസ് കൺസിസ്റ്റൻസി. ഓക്കെ, മാസ്ക് ഇട്ടതിന് ശേഷം ആക്ച്വലി ഫേസിന് ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. 1 മണി ആവാറായി. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കണം. കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. കാരണം ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ലഞ്ച് കഴിക്കാം. ഇവിടെ ഉണ്ണി ചേച്ചി ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് പോയി. ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഞങ്ങളൊന്ന് പറഞ്ഞോളൂ രാവിലെ. അതിന് രാവിലെ ഞങ്ങൾ പറഞ്ഞോളൂ ഉണ്ണി ചേച്ചിയായിട്ട് എന്നും രാവിലെ ഒരു സെഷൻ ഉണ്ട് മമ്മിക്ക് ഗോസിപ്പിന്റെ. അത് പോരാണ്ട് സ്വയം വന്ന് നേരിട്ട് വന്ന് ഗോസിപ്പ് പറഞ്ഞു. ആര്? അരമണിക്കൂർ വരും, അരമണിക്കൂർ അമ്മ, അരമണിക്കൂർ മമ്മി. അരമണിക്കൂർ ഞാൻ ഇത് പറഞ്ഞാണ്. എന്നാലും ഞാൻ നോക്കുമ്പോ ഇവര് 3 മിക്കസ് മാറി വിളിക്കും. ഒരു 1.5 മണിക്കൂർ പോക്കാണ്. അതും മതിയായില്ലേ, ഞങ്ങൾ നേരിട്ട് വന്നിടത്താണ്. വീടിന്റെ അടുത്ത് കല്യാണം കഴിച്ചു കൊടുത്താലുള്ള അഡ്വാൻറ്റേജസ്. കല്യാണം കഴിച്ചതിന് ഫീൽ ഇല്ല, ഇടക്കിടക്ക് കാണാം. സ്വാതന്ത്ര്യം ലഭിക്കും മുമ്പുള്ള ആശയമാണ് ഭാരതാംബ എന്നാണ് ആർലെക്കറിന്റെ വാദം. പക്ഷേ സങ്കല്പത്തിനപ്പുറം കാവിക്കുടിയേന്ത്യ. സോ 5:30ക്കാണ് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 4:30ക്കാണ് ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സുള്ളത് അങ്കമാലി. ഈ നടന്നു പോകുന്ന വഴിയൊക്കെ എന്ത് സ്കെയറിയാണെന്നറിയോ. അന്ന് ചാലിക്കുടിയിലും ചെറങ്ങരയിലൊക്കെ പുലി ഇറങ്ങിയ സമയത്ത് ഞാൻ അവിടെ നിന്ന് ബസ്സിറങ്ങി ഇവിടെ കൂടെയൊക്കെ എത്ര പേടിച്ചിട്ടാണ് നടന്നത്. ഇപ്പം പുലി വരും എന്നുള്ള രീതിയിൽ പേടിച്ചിട്ടാണ് നടന്നത്. ഞങ്ങളുടെ വീട് മൊത്തം ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. പച്ചപ്പും ചീവീടും. ഈവൻ യൂട്യൂബിലൊരു വീഡിയോ എടുത്താൽ പോലും എത്രയൊക്കെ ഇതാക്കിയാലും ഫുൾ എല്ലാ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ചീവീടിൻ്റെ സൗണ്ട് ഉണ്ടെന്ന്. ബസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആതിര സോണി ഇവിടെയുണ്ട്. ഹായ്. ആൻഡ് ഫ്രാൻസിസ് ഹായ്. ജുവിന പോയില്ലേ? ഇനി ഷഹാന എൻ്റെ നൈറ്റിലുള്ള ആള് വരാനുണ്ട് രാത്രി. നിങ്ങളൊക്കെ ഞങ്ങൾ വന്നതിന് മുന്നേ സ്മേരക്ക് പണികൾ കിട്ടി തുടങ്ങി. ഇനി എന്തോ നൈറ്റിൽ കാണാം. അതെ, നിങ്ങളൊക്കെ ഇട്ടിട്ട് പോവാണില്ലേ? ഓക്കെ ഗൈസ്, ഞങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ ഒരു പാർഷ്യലി നനഞ്ഞിട്ടുണ്ട്. നൈറ്റിലെൻ്റെ കൂടെയുള്ള ഷഹാനിയാണ് വരാനുള്ളത്. ഇതേ ഡോക്ടർ മെഹനാസ് ഇവിടെ അഭിനയിക്കുകയാണ് വർക്ക് ചെയ്യുന്നതായിട്ട്. ഹായ്. അപ്പൊ ഡോക്ടർ മെഹനാസ് എല്ലാരും പോവാണ്. ഞാനും ഷഹാനിയും മാത്രം രാത്രി എത്തിക്കും. അതെ, അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ തലവേദനകളും തന്നുകൊണ്ട് ഡേക്കാർ പടിയിറങ്ങുകയാണ് ഗൈസ്. ബൈ ബൈ. അങ്ങനെ എൻ്റെ പാർട്ട്ണർ ഷഹാന എത്തിയിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനും പോകുന്നു. ബൈ ബൈ. ആൻഡ് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് ഡോക്ടേഴ്സ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ബൈ ബൈ. 11 മണിയായി. ഒന്ന് നോർമലി ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിശന്ന് തളർന്നു. ഇപ്പോഴാണ് അത് ഫുഡ് കഴിക്കുന്നത്. നമ്മളിതാ ചപ്പാത്തിയും ഇന്ന് ഉണ്ടാക്കിയ കറികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷഹാനി ക്ഷീണിച്ചു. ഷഹാനിക്ക് കുറെ ചൊറി ടീംസ് ഉണ്ടായിരുന്നു ഡീൽ ചെയ്യാൻ. ആരാ ചെറിയ ടീംസ്? അത് പറയാൻ ചൊറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ പുറത്ത് പറയാൻ പറ്റാത്ത ചൊറി ടീംസ്. അങ്ങനെ ക്ഷീണമായി. ഇപ്പൊ സീസൺ അല്ലേ, അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അല്ലേ. അഡ്മിഷനൊക്കെ കൂടിയിട്ടുണ്ട്.